ലോകത്തിൽ ആദ്യമായി സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് രോഗം മനുഷ്യരിൽ കണ്ടെത്തി. കൊൽക്കത്തയിലെ പ്ലാന്റ് മൈക്കോളജിസ്റ്റിനാണ് രോഗം ആദ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സസ്യ ഫംഗസുകളുമായി അടുത്ത് സമ്പർക്കം പുലർത്തുമ്പോൾ സസ്യ അണുബാധ മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുമ, ക്ഷീണം, 3 മാസത്തേക്ക് ആഹാരം, ജലപാനം, ഉമിനീരിറക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഫംഗസ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗിക്ക് മറ്റ് കാര്യമായ രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൊഴിൽപരമായി പ്ലാന്റ് മൈക്കോളജിസ്റ്റായ രോഗി അഴുകിയ വസ്തുക്കൾ, കൂൺ, വിവിധ സസ്യ ഫംഗസുകൾ എന്നിവയുമായി വളരെ കാലമായി ജോലി ചെയ്തു. ഇതിനെ തുടർന്നാകാം ഫംഗസ് ബാധയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. മനുഷ്യരിൽ രോഗമുണ്ടാകാനുള്ള പാരിസ്ഥിതിക സസ്യഫംഗസുകളുടെ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കൂടാതെ രോഗകാരണമായ ഫംഗസ് സ്പീഷീസുകളെ തിരിച്ചറിയുന്നതിനുള്ള തന്മാത്രാ സാങ്കേതികതകളുടെ പ്രാധാന്യവും മനസ്സിലാക്കുന്നു. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുമായി ആവർത്തിച്ചുള്ള സമ്പർക്കം ഈ അപൂർവ അണുബാധയ്ക്ക് കാരണമാകാം. 61കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ശബ്ദത്തിൽ നേരിയ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയപ്പോഴാണ് രോഗം കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.